സോയ വരട്ടിയതെന്ന് പറയുമ്പം അതിൻ്റെ സ്വാദൊന്ന് പ്രത്യേകിച്ചാണ്. ഭക്ഷണത്തോടൊപ്പം കൂട്ടിക്കഴിക്കാൻ ഭയങ്കര സ്വാദാണ്. ഇതിപ്പോൾ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒത്തിരി വെള്ളമുണ്ട്, അതൊന്ന് വറ്റിയാൽ മാത്രം മതി. ഇത് 6 മണിക്കൂർ കുതിർന്ന സോയയാണ്. ഒരു തിള വന്നാൽ മതി. നമ്മളത് ഇപ്പോൾ അടുപ്പിലേക്ക് വയ്ക്കുകയാണ്, നല്ല തീയോടുകൂടി. സോയ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പത പോലെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് പിന്നെ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ജലാംശമൊക്കെ കളഞ്ഞ് വയ്ക്കാം. ഇത്തിരി വെള്ളം ചേർത്ത് അതൊന്ന് ആകപ്പാടെ ഒന്ന് റെഡിയാക്കി എടുക്കുക, പച്ചവെള്ളം. ഇനി അതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ടും മാറട്ടെ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വിതറി കൊടുക്കാം. കൂടുതലായി പോകരുത്, ശ്രദ്ധിക്കണം. എല്ലായിടും ഒന്ന് പിടിക്കട്ടെ. ഇതിലൊരു 6-7 സ്പൂൺ എണ്ണ ഒഴിച്ച് സവാള പൊടി ഇടാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്പം ഉപ്പ് കൂടി വിതറി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കരിഞ്ഞു പോകാതെ തന്നെ ഒരു പ്രത്യേക ബ്രൗൺ നിറമാകുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതുപോലെ ബ്രൗൺ നിറമാകുന്ന ഉടനെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ തക്കാളി അരച്ചതാണ് ചേർക്കുന്നത്. അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിന് നല്ലതാണത്. അത് ഒന്ന് ചൂട് പിടിച്ച് വരുന്ന ഉടനെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇനി നമ്മൾ സോയ വരട്ടാനെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് അത് ചെറിയ തീയിൽ വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും ഈ വരട്ടുന്നതിൻ്റെ ഗുണം കൊണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ചിരുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പ് വിതറിയതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. സോയയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഇതിൽ ചേർക്കുക. മസാലയും മറ്റേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ നന്നായിട്ട് പിടിക്കണം. അത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, ലോ ഫ്ലെയിമിലായിരിക്കണം, ഒരല്പം ലോയിൽ. അപ്പം അതിൻ്റെ വെള്ളമയം എല്ലാം വറ്റണം. വരട്ടിയത് നന്നായി റെഡിയായിട്ടുണ്ട്. നമുക്കിത് വളരെ സ്വാദിഷ്ടമാണ്. നന്നായിട്ട് എണ്ണയുടെയും ഒക്കെ ഒപ്പം വരണ്ടതിൻ്റെ സ്വാദ് ഉണ്ടാവും. ഇതിനത് ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചഭക്ഷണത്തിനോ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം.